ഇന്ത്യ, റഷ്യ, ചൈന ഈ മൂന്ന് രാജ്യങ്ങളും ഒന്നിച്ചു ചേർന്ന് കഴിഞ്ഞാൽ ട്രംപ് അവരുടെ കാൽ കീഴിന് പോലും സമാനമായിട്ട് വരില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ട്രംപിന് ഈ മൂന്ന് രാജ്യങ്ങളും സംയുക്തമായി നടത്തിയ തിരിച്ചടികൾ. ആ പ്രസ്താവനകളിൽ തന്നെ ആ തിരിച്ചടികളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയും റഷ്യയും ചൈനയും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ മൂന്ന് രാജ്യങ്ങളും ട്രംപിനെതിരെ ആഞ്ഞടിക്കുകയാണ്, അമേരിക്കയ്ക്കെതിരെ ആഞ്ഞടിക്കുകയാണ്. ഇന്ത്യ സാധാരണഗതിയിൽ അമേരിക്കയ്ക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു. പക്ഷേ റഷ്യയും ചൈനയും അമേരിക്കയ്ക്കെതിരെ പ്രസ്താവന ഇറക്കാൻ പോലും മടിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ചൈന അമേരിക്കയ്ക്കെതിരെ യാതൊരുവിധ പ്രസ്താവന ഇറക്കാറില്ല. എന്നാൽ കഴിഞ്ഞ ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഈ RIC ട്രോയിക്ക അല്ലെങ്കിൽ ഇന്ത്യ, റഷ്യ, ചൈന സഖ്യം, ബ്രിക്സ് എന്നീ രാജ്യങ്ങളുടെ വലിയ ശക്തമായിട്ടുള്ളൊരു പ്രകടനം അവിടെ വന്നപ്പോൾ പുടിൻ ആദ്യം പറഞ്ഞത് ഇനി ഒരു ശീതയുദ്ധത്തിനാണ് ട്രംപിൻ്റെ തീരുമാനമെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ നീക്കമെങ്കിൽ ബ്രിക്സ് ശക്തിയായിട്ട് തിരിച്ചടിക്കുമെന്ന് കൃത്യമായിട്ട് പുടിൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ശീതയുദ്ധങ്ങളോ ഭീഷണികളോ വച്ചു പൊറുപ്പിക്കില്ല എന്നാണ് കൃത്യമായി SCO ഉച്ചകോടിയിൽ ട്രംപിന് ഷീ ജിൻപിങ് ശക്തമായിട്ടുള്ള സന്ദേശം നൽകിയിരിക്കുന്നത്. ചൈനയിലെ ടിയാൻജിനിൽ നടന്ന SCO ഉച്ചകോടിയിൽ നിരവധി ലോക നേതാക്കൾ ഒത്തുകൂടി. അതിൽ പ്രധാനമന്ത്രി മോദി, റഷ്യൻ പ്രസിഡന്റ് പുടിൻ, ചൈനീസ് പ്രസിഡന്റ് പിങ് എന്നിവരെ ഒരേ വേദിയിൽ കാണുന്നത് അമേരിക്കയുടെ നെഞ്ചിൽ തീ പടർത്തിയിരുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എഴുതുന്നത്. ഈ SCO ഫോറത്തിൽ നിന്ന് ചൈനീസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു ശക്തമായ സന്ദേശം നൽകി. ബാഹ്യ ഇടപെടലുകളെ എതിർക്കാൻ SCO രാജ്യങ്ങളുടെ അഭ്യർത്ഥിക്കുകയാണ് അയാൾ ചെയ്തത്. ശീതയുദ്ധമോ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ ഇനി ഞങ്ങൾ സഹിക്കില്ലെന്ന് ഷീ ജിൻപിങ് വ്യക്തമാക്കി. എല്ലാ SCO രാജ്യങ്ങളും പൊതു താൽപ്പര്യങ്ങൾക്കായി പ്രവർത്തിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ഷാങ്ഹായ് സഹകരണ സംഘടനയിലെ എല്ലാ അംഗങ്ങളും ഈ സംഘടനയിലെ വികസനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച സംഘടനകളിൽ ഒന്നായി ഇത് കാണപ്പെടുന്നു. ശീതയുദ്ധ മാനസികാവസ്ഥയെ ഞങ്ങൾ എതിർക്കും. ഏറ്റുമുട്ടലുകൾക്കും ഭീഷണികൾക്കും ഇവിടെ സ്ഥാനമില്ല. അമേരിക്കയുടെ താരിഫ് നയം കാരണം ആഗോള സാഹചര്യം അസ്ഥിരവും പ്രക്ഷുബ്ധവുമായി മാറിയിരിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ഷീ ജിൻപിങ് വച്ച് കീച്ചിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.